നമസ്കാരം. ഒരു ട്രെയിൻ യാത്രയിലാണ്. അത്ര വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു ദിവസമാണ്. യാത്രക്കാർ പൊതുവെ കുറവാണ്. അങ്ങനെ കുറവല്ല, ഇരിക്കാൻ പെട്ടെന്ന് ഒരാൾ കയറിയെന്നാൽ ഇരിക്കാൻ സീറ്റ് ഉണ്ട്, അങ്ങനെയുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ വരുമ്പോൾ വടകര എത്തിയപ്പോൾ കോഴിക്കോട്ടേക്കാണ് വരുന്നത്. രണ്ട് കുട്ടികളുമായിട്ട് ഒരു സ്ത്രീ കയറി. റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര. സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറേണ്ടത്. അങ്ങനെയാണ് ഇരിക്കുന്നത്. കുട്ടികൾ വന്ന് കയറിയ ഉടനെ തന്നെ ഒരു കുട്ടി ബർത്തിൻ്റെ മുകളിലേക്ക് കയറിയിരുന്നു. അപ്പം മറ്റേ കുട്ടി വാശി പിടിക്കാൻ തുടങ്ങി, അമ്മ എനിക്കും കയറണം, എന്നെ അവിടെ കയറ്റണം എന്ന് പറയും. ആ സ്ത്രീ ഒന്നും പറഞ്ഞില്ല, കുട്ടിയെ പിടിച്ച് അതിൻ്റെ മുകളിലേക്ക് കയറ്റി. അവിടെ ഇരുന്ന് കാല് താഴോട്ടിട്ട് ആട്ടിക്കൊണ്ടിരിക്കുന്നു. കാലിൽ ഷൂ ഉണ്ട്. അപ്പുറത്തിരിക്കുന്ന ആൾ പറഞ്ഞ ആ ഷൂ ഒന്ന് അയച്ച് ഏൽപ്പിക്കുന്നു. സ്ത്രീക്ക് വലിയ താല്പര്യമില്ലാത്ത മാതിരി ഒരു നോട്ടം നോക്കി അത് അയച്ച് അവിടെ അയച്ചു കൊടുത്തു. കുട്ടികൾ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ചായക്കാരൻ പോകുന്നു. അമ്മ എനിക്ക് ചായ വേണം, ഉടനെ ചായ വേണമെന്ന് പറഞ്ഞു. ചായക്കാരനോട് ഇഷ്ടം രണ്ട് ചായ പറഞ്ഞു. പേപ്പർ ഗ്ലാസ് ആണല്ലോ, അറിയാലോ, റെയിൽവേയിൽ. ചായ വാങ്ങി മുകളിലേക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ താഴെ ഇരിക്കുന്ന ആൾ പറഞ്ഞത്, ചായ മുകളിലേക്ക് കൊടുക്കരുതേ, താഴേക്ക് ചായ, കുട്ടികളെ താഴെ ഇറക്കിയിട്ട് ചായ കുടിപ്പിച്ച് കയറ്റി കൊടുക്കരുതാണ്. ആ സ്ത്രീ ഇത് മൈൻഡ് ചെയ്തേ ഇല്ല, എടുത്ത് അങ്ങോട്ട് കൊടുത്തു. കുട്ടി സ്റ്റീൽ ഗ്ലാസ് പിടിക്കുന്നത് പോലെ ചായ ഗ്ലാസ് അങ്ങോട്ട് പിടിച്ചു. ഗ്ലാസ് അങ്ങോട്ട് ഞെങ്ങി. ചൂടുള്ള ചായ കയ്യിലായി പൊള്ളി താഴോട്ടിട്ടു. ഈ ഇരിക്കുന്ന ആളുടെ മുണ്ടിലും ഷർട്ടിലും ഒക്കെ ചായ. അവരൊന്നും പറഞ്ഞില്ല. ആ കുട്ടിക്ക് രണ്ട് അടി കൊടുത്തു. അപ്പുറത്തിരിക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങളെ ഭാഗത്തല്ലേ തെറ്റ്, നിങ്ങളെന്തിനാണ് കുട്ടിയെ അടിക്കുന്നത്? അതും സ്ത്രീക്ക് മറുപടിയൊന്നുമില്ല. വെറുതെ കുട്ടികൾ അടിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് ഇയാൾ ഇവിടുന്ന് എണീറ്റ് പോയി വാഷ് ബേസിനിൽ പോയി കഴുകി ഒക്കെ വൃത്തിയാക്കി വരികയാണ്. കഴുകി വൃത്തിയാക്കി ഇവിടെ വന്ന് ഇരുന്നു. എല്ലാവർക്കും ആ കമ്പാർട്ട്മെൻറ്റിൽ ആ സെക്ഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊപ്പം ദേഷ്യം ഇയാളോടാണ്, ആ സ്ത്രീയോടല്ല, കുട്ടികളോടല്ല, ഇയാളൊന്നും പ്രതികരിക്കാത്തതുകൊണ്ട്, ഒന്നും മിണ്ടാത്തതുകൊണ്ട് ഇയാളോടാ ദേഷ്യം. കൊയിലാണ്ടി എത്തി, വടകരത്ത് കൊയിലാണ്ടി എത്തി. ഈ കുട്ടികളും സ്ത്രീകളും ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഒരു 15 മിനിറ്റ് നേരം ആ സൈഡ് സീറ്റ് ഒഴിവാണ്. ആ സ്ത്രീ ആദ്യം അവിടെ ഇരുന്നത്. ഒരു കുട്ടി ആദ്യം അവിടെ ആയിരുന്നു. പിന്നെ ഇവൻ കയറി കണ്ടപ്പോൾ എനിക്കും കാരണം എന്ന് പറഞ്ഞാൽ കയറിയത്. ആ ഇരുന്ന് പ്രകൃതിയിലേക്കൊന്ന് നോക്കിയിട്ടൊക്കെ ഒന്ന് ആസ്വദിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കില്ല, ആ ക്ഷമയില്ല. ഇവിടുന്ന് കൊയിലാണ്ടി എത്തി ഇറങ്ങുമെങ്കിൽ അത്രേ അവർക്ക് ആ ട്രെയിനിൽ ഇരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേക്ക് ഈ ദുരിതങ്ങളൊക്കെ അവരുണ്ടാക്കിയും വെച്ചു. അവരിറങ്ങിപ്പോയി. മറ്റേ യാത്രക്കാരൻ പറഞ്ഞു, എന്നാലും നിങ്ങൾ ചെയ്ത് വളരെ മോശമായിപ്പോയി, എന്തെങ്കിലും രണ്ട് വർത്താന സ്ത്രീയോട് പറയണ്ടേ. ഇയാളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, എന്തു പറയാൻ, മുകളിലിരിക്കണത് എൻ്റെ പേരക്കുട്ടിയാണെങ്കിലോ ഞാൻ എന്താ പറയേണ്ടത്? നമ്മൾ പ്രതിപക്ഷമാവണ്ട, മറുപക്ഷമായി ചിന്തിച്ചാൽ മതി, അപ്പം എല്ലാം ശരിയാവും. ആ വരി എന്നെ വല്ലാതെ സ്വാധീനിച്ചു. പ്രതിപക്ഷമാവണ്ട, മറുപക്ഷമായാൽ മതി. അതെൻ്റെ പേരക്കുട്ടിയാണ് ആ മേലെ ഇരിക്കുന്നത്, അവൻ്റെ കയ്യിൽ നിന്നാണ് ചായ വീണെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ്
അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പം ദേഷ്യം പിടിച്ചിട്ട് എന്താ കാര്യം? അവരോട് തർക്കുത്തരം പറഞ്ഞിട്ട് എൻ്റെ ക്ഷമ നശിപ്പിച്ച് ഞാൻ അവരോട് പറഞ്ഞിട്ട് എനിക്ക് എന്താ കിട്ടാനുള്ളത്? സംഭവിക്കേണ്ടത് സംഭവിച്ചില്ലേ? അവരോട് ദേഷ്യപ്പെട്ട ഈ ചായ എൻ്റെ ശരീരത്തിൽ നിന്ന് പോവില്ലല്ലോ. അവരോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. അങ്ങനെ നമുക്ക് ഒരുപാട് സന്ദർഭങ്ങളുണ്ടാവും. എല്ലാത്തിനും പ്രതികരിക്കാനൊന്നും ദേഷ്യപ്പെട്ട് നിന്നാൽ നമുക്കതിനെ സമയം കാണുള്ളൂ. ക്ഷമിക്കുക. ആ ക്ഷമയാണ് എല്ലാത്തിനും മരുന്ന്. ആ ക്ഷമ മാത്രമേ നമുക്ക് മുതൽക്കൂട്ടായിട്ടുണ്ടാവുകയുള്ളൂ എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക.